മക്കളെ, നമുക്കിന്ന് 7ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടേമിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. അതായത് നിങ്ങൾക്ക് പുതിയ ബുക്കാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, എല്ലാവർക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നോക്കാം എങ്ങനെയാണ് അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന കാര്യം നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്, ആദ്യം തന്നെ നിങ്ങൾക്ക് 6 ആക്ടിവിറ്റിയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. 6 എണ്ണം ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉള്ളത്. അത് നിങ്ങൾ 5 ഉത്തരം ലിഖിക്കുക. 5 എണ്ണത്തിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. 6 ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാനുണ്ട്, പക്ഷേ നിങ്ങൾ 5 എണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ് നന്നായിട്ട് വായിക്കാനാണ്. ഇവിടെ താഴെ നിങ്ങൾക്കൊരു പാരഗ്രാഫ് ഈ ബോക്സിനകത്ത് തന്നെ കണ്ടോ? ഇത് നന്നായിട്ട് വായിക്കുക. നന്നായിട്ട് വായിച്ചതിന് ശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതായത് 1, 2, 4, 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഈ 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളത് കണ്ടെത്തി എഴുതിയാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭാരത് കൈസാ ദേശ് ഹേ. ഭാരത് കൈസാ ദേശ് ഹേ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഇവിടെ പാരഗ്രാഫിൽ നോക്കുക. ഭാരത് വിവിധതാओं का देश है. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. ഭാരത് കൈസാ ദേശ് ഹേ. ഭാരത് വിവിധതാओं का देश है. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആൻസർ തന്നതിൽ ഉണ്ടോ നോക്ക്. ആൻസർ ഉണ്ടോ? ദാ വിവിധതാओं ഉണ്ടല്ലേ? ഇവിടെ ഉണ്ട്. അപ്പൊ ഭാരത് വിവിധതാओं का देश है. ഇത് നിങ്ങൾ ആൻസർ ആയിട്ട് എടുത്തെഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഭാരത് മേ കിത്തനെ ധർമ്മ ഹേ. ഭാരതത്തിൽ എത്ര ധർമ്മമാണ് ഉള്ളത് എന്നാണ് ചോദിച്ചത്. യഹാം അനേക ധർമ്മ ഹേ. കണ്ടോ? ഇവിടെ അനേകം മതങ്ങളുണ്ട്. ധർമ്മ പറഞ്ഞ മതം. അനേക് ധർമ്മ, അനേക്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? അനേക്. ഇവിടെ ഉണ്ട് ആൻസർ. അനേക് നിങ്ങൾ എടുത്തെഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരത് കെ മൗസം കൈസേ ഹേ. ഭാരത് കെ മൗസം, ഇതിൽ നിങ്ങൾ വായിച്ച് കണ്ടെത്തുക. അതാ മൗസം ഇവിടെ ഉണ്ട് അല്ലേ? മൗസം അനോഖെ. അപ്പൊ ഭാരതത്തിലെ മൗസം എങ്ങനെയാണ്? അനോഖെ, വിചിത്രം. അനോഖെ മൗസം. അപ്പൊ ഇവിടെ അനോഖെ എന്ന ആൻസറിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. തന്നിട്ടുണ്ട്, അനോഖെ അല്ലേ? അപ്പൊ ആൻസർ ആയിട്ട് നിങ്ങൾ എന്തെടുത്ത് എഴുതണം? അനോഖെ എന്ന് എഴുതാം. അടുത്തത്, ഭാരത് കി ഏകതാ കി കടി ക്യാ ഹേ. ഭാരത് കി ഏകതാ കി കടി ക്യാ ഹേ. നിങ്ങൾ ഇവിടെ വായിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. കടി ഹേ ഹിന്ദി ഭാഷ. കണ്ടോ? ഹിന്ദി ഭാഷ എന്നാണ്. ഇവിടെ ഹിന്ദി എന്ന് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഹിന്ദി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആൻസർ ആയിട്ട് ഹിന്ദി എന്ന് എടുത്തെഴുതാം. ഓക്കെ. ഭാരത് കി ഏകതാ കി കടി ക്യാ ഹേ ഹിന്ദി. അടുത്തത്, സഹി വാക്യ ലിഖേ. ഇതിൽ ശരിയായിട്ടുള്ള ഒരു സെന്റൻസ് ആണുള്ളത്. ഒരു സെന്റൻസ്. അപ്പൊ ഇതിൽ ഏതാണോ ശരിയായിട്ടുള്ള ആ ഒരു സെന്റൻസ് അത് മാത്രമാണ് നിങ്ങൾ എടുത്തെഴുതേണ്ടത്. ഭാരതീയോ കെ ഗാൻ പാൻ രഹൻ സഹൻ ഏക് ഹേ. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസ് നിങ്ങൾക്ക് തന്ന പാരഗ്രാഫിൽ ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. ഭാരത് കി വിവിധതാओं आपस में പിരോനെ വാലെ കടി ഹേ ഹിന്ദി ഭാഷ. എന്താണ് ഇവിടെയുള്ള സെന്റൻസ്? എന്താണ്? ഭാരതീയോ കെ ഗാൻ പാൻ രഹൻ സഹൻ. ഗാൻ പാൻ രഹൻ സഹൻ. അതാ ഇവിടെ ഉണ്ട്. ഗാൻ പാൻ രഹൻ സഹൻ സബ് അലഗ് ഹേ അല്ലേ? എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ഗാൻ പാൻ രഹൻ സഹൻ സബ് അലഗ് ഹേ. അപ്പൊ അങ്ങനെ ഇവിടെ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. കണ്ടോ? ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഗാൻ പാൻ രഹൻ സഹൻ അലഗ് ഹേ എന്ന് തന്നിട്ടുണ്ട്. അലഗ് നഹി ഹേ എന്ന് തന്നിട്ടുണ്ട്. ഭിന്ന് നഹി ഹേ തന്നിട്ടുണ്ട്. ഏക് ഹേ എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളെ പാരഗ്രാഫിൽ എന്താ ഉള്ളത്? അലഗ് ഹേ എന്നാണുള്ളത് അല്ലേ? അപ്പൊ ആ പാരഗ്രാഫിലുള്ളത് തന്നെ നിങ്ങൾ നോക്കി എഴുതുക. മനസ്സിലായോ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത്, അപ്പോൾ ഇവിടെ നാരാ ഗീത് പടേം പോസ്റ്റർ ബനായേം, അതാണ്
രണ്ടാമത്തെ ഗതിവിധി, അതായത് ആക്ടിവിറ്റി 2 നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നാരാഗീത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഈ സെന്റൻസ് തന്നെ കൊടുത്തിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കാം. ഈ സെന്റൻസ് തന്നെ കൊടുക്കുക, എന്നിട്ടൊരു പിക്ചർ വരയ്ക്കുക, ബോക്സ് ഒക്കെ വരച്ചിട്ട് വൃത്തിയായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സെന്റൻസ് ഉണ്ടെങ്കിൽ അത് എഴുതിയിട്ടും എന്ത് ചെയ്യുക, പോസ്റ്റർ ഉണ്ടാക്കുക. പ്രകൃതിക്കോ പ്യാർ കരോ, ഹരിയാലിക്കോ അപ്പനാവോ, അല്ലെങ്കിൽ ശുദ്ധ ഹവ അപ്പനാലോ. പ്രകൃതി സംരക്ഷൺ ഹമാരാ കർത്തവ്യ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രകൃതി സംരക്ഷൺ ഹമാരാ കർത്തവ്യ. പേട് ലഗാവോ, അല്ലേ? അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള സെന്റൻസുകൾ വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ സെന്റൻസ് തന്നെ നിങ്ങൾക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇത് വെച്ച് എഴുതുക, ഇത് എഴുതിയെടുക്കുക, എന്നിട്ടൊരു ബോക്സ് വരയ്ക്കുക, ഒരു പിക്ചറും വരയ്ക്കുക. മനസ്സിലായോ? അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാം. പിന്നെ ഇത് എങ്ങനെ ചെയ്യണം എന്നത് ഞാൻ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം. നിങ്ങളൊന്ന് അത് കയറി കണ്ടാൽ മതി. അതുപോലെ തന്നെ അടുത്ത ആക്ടിവിറ്റി 3 ആണ്. ഘടനാവും പടേ ക്രമസേ ലിഖിയേ, ഇത് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ ഓർ സുബഹ് ഫിർ ചൽ പടുത്തെ. ഇത് നമ്മള് ഗാന്ധിജിയുടെ ഒരു കഥ പഠിച്ചതാണ് അല്ലേ? ഗാന്ധിജിയുടെ നമുക്ക് ഉപ്പിന്റെ കഥ നമ്മൾ പഠിച്ചു. അതിലുള്ള സെന്റൻസ് ആണ്, അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അത് ഓരോന്നും ആദ്യം നടന്നതിനെ നമ്മൾ ആദ്യം എഴുതുക, ഓർഡർ ആക്കിയിട്ട് എഴുതുക. മനസ്സിലായോ? वे सभी लोग रात किसी गांव में काटते और सुबह फिर चल पड़ते. അവരെല്ലാവരും രാത്രി ഏതെങ്കിലും ഗ്രാമത്തിൽ ചിലവഴിച്ചിട്ട് രാവിലെ അവിടുന്ന് വീണ്ടും നടത്താൻ തുടങ്ങും എന്നാണ് പറഞ്ഞത്. इस प्रकार गांधी जी ने पूरे देश को अंग्रेजों से മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇപ്രകാരം ഗാന്ധിജി പൂരേ ദേശക്കോ, ദേശം മുഴുവനും ബ്രിട്ടീഷുകാരിൽ നിന്നും ആ ദേശത്തിനെ മുക്തമാക്കാനുള്ള വഴി ദിഖാ ദിയ, കാണിച്ചു. അതായത് നമ്മുടെ ദേശം സ്വതന്ത്രമാകാനുള്ള വഴിയാണ് ഗാന്ധിജി കാണിച്ചത് എന്നാണ് പറഞ്ഞത്. യാത്രാക്കെ ദൗരാൻ ഹസാരോം ലോഗ് ജുഡ്തേ ഗയേ. യാത്രയോടൊപ്പം ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു. ഗാന്ധിജി പൈദൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽപ്പടെ. ഗാന്ധിജി കാൽനടയായിട്ട് ദണ്ഡി സമുദ്ര തീരത്തേക്ക് നടന്നു. സമുദ്ര കെ പാനി സേ നമക് ബനാക്കർ അംഗ്രേസോ കാ കാനൂൻ തോട. സമുദ്രത്തിലെ വെള്ളം കൊണ്ട് ഉപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു, കറുത്ത നിയമം ലംഘിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെയുള്ള ആദ്യം നടന്ന കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നോക്കുന്ന സമയത്ത് ഇതിൽ ആദ്യം നടന്നത് എന്താണ്? ഗാന്ധിജി യാത്ര ചെയ്തു അല്ലെ സമുദ്ര തീരത്തേക്ക്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ട സെന്റൻസ്. ഗാന്ധിജി പൈദൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽപ്പടെ. ഈ സെന്റൻസ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഗാന്ധിജി പൈദൽ ദണ്ഡിക്ക് സമുദ്ര കിനാരെ ചൽപ്പടെ. കണ്ടോ? ഈ സെന്റൻസ് എഴുതാം. അടുത്തത് ഏതാണ് വരിക? സമുദ്ര തീരത്തിലേക്ക് നടന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ കുറെ ആളുകൾ ചേർന്നു അല്ലേ? യാത്രാക്കെ ദൗരാൻ ഹസാരോം ലോഗ് ജുഡ്തേ ഗയേ. രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് അത് എഴുതാം. യാത്രാക്കെ ദൗരാൻ ഹസാരോം ലോഗ് ജുഡ്തേ ഗയേ. പിന്നീട് എന്താണ്? വേ സബി ലോഗ്, ആ ചേർന്ന എല്ലാ ആളുകളും. വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ और സുബഹ് ഫിർ ചൽ പടുത്തെ. മൂന്നാമത്തെ സെന്റൻസ് ആയിട്ട് ഇവിടെയുള്ള ആദ്യത്തെ ഒന്നാമത്തെ ലൈനാണ് നമ്മൾ എഴുതേണ്ടത്. വേ സബി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ और സുബഹ് ഫിർ ചൽ പടുത്തെ. ഇനി അടുത്തത് നാലാമത്തെ സെന്റൻസ്. സമുദ്ര കെ പാനി സേ നമക് ബനാക്കർ അംഗ്രേസോ കാ കാനൂൻ തോട. സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്നും ഉപ്പുണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. ഇസ് പ്രകാർ ഗാന്ധിജിനെ പൂരേ ദേശ് കോ അംഗ്രേസോ സേ മുക്ത് ഹോനെ കാ രാസ്ത ദിഖാ ദിയ. ഇതാണ് ലാസ്റ്റ് സെന്റൻസ്. ഇസ് പ്രകാർ നമ്മൾക്ക് തന്നിരിക്കുന്നതിലെ രണ്ടാമത്തെ ലൈനാണ് ലാസ്റ്റ് സെന്റൻസ് ആയിട്ട് എഴുതേണ്ടത്.
ഓക്കെ, മനസ്സിലായല്ലോ. ഒന്നുകൂടെ വായിച്ചു തരാം ലാസ്റ്റ് സെന്റൻസ്. इस प्रकार गांधी जी ने पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിവരൺ പഠേ രബട്ട് തയ്യാർ കരേ. ഇവിടെ ഒരു വിവരണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2 സെന്റൻസ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് വായിച്ചതിന് ശേഷം നിങ്ങളോട് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞത്. രബട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട്, ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദണ്ഡി പഹുഞ്ചെ. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്നും കാൽനടയായിട്ട് ദണ്ഡിയിലെത്തി. ഖുദ് നമക്ക് ബനാക്കർ അംഗ്രേസോ കാ കാനൂൻ തോട. സ്വയം ഉപ്പുണ്ടാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ നിയമത്തിനെ ലംഘിച്ചു. അതാണ് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ്. ഇത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പത്രവാർത്ത ഉണ്ടാക്കണം. പത്രവാർത്ത ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ അതിനൊരു ഹെഡിങ് വേണം അല്ലേ? ഹെഡിങ് വേണം, പിന്നെ സ്ഥലത്തിന്റെ പേര് വേണം. അതിനുശേഷമാണ് നമ്മൾ കാര്യം വിശദമായിട്ട് എഴുതുന്നത് അല്ലേ? അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ എഴുതിയിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് തരാം. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. അടുത്തത്, इस घटना पर समाचार पत्र के लिए एक रिपोर्ट तैयार करें. അതെ, അത് തന്നെയാണ് മുകളിൽ തന്നത്. അതേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിന്റെ ഒന്നും കൂടെ താഴെ എഴുതിയതാണ്. ഈ സംഭവത്തിനെ കുറിച്ചിട്ടാണ് സമാചാർ പത്രികയിലെ പിന്നെ സമാചാർ പത്രത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കണം, ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞത്. അത് ഞാൻ ഇവിടെ വിശദമായിട്ട് പറഞ്ഞല്ലോ. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ താഴെ ഉള്ളത് കേട്ടോ. ഇനി 5ാമത്തെ ആക്ടിവിറ്റി ആണ് കവിതാംശ് പഠേം ഓർ പ്രശ്നോ കെ ഉത്തർ ലിഖേം. ഈ താഴെ തന്നിരിക്കുന്ന കവിതയുടെ ഭാഗം വായിക്കുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞത്. സൂരജ് അപ്നി ആഗ് സേ ഇത്നാ പ്യാർ കരേകി. ഇത് ഏത് കവിതയിലെ വരികളാണ് എന്നത് വായിച്ചപ്പോൾ മനസ്സിലായില്ലേ? ഏത് കവിതയിലാണ്? ഗുദ് സേ പ്യാർ അല്ലേ? ഗുദ് സേ പ്യാർ എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത്. ഈ കവിതയിലെ വരികളിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് കവി പരിചയ ദേക്കർ കവിതാംശക്ക ആശയിലികെ. കവി പരിചയം നൽകിക്കൊണ്ട് ഈ കവിതയുടെ ആശയം എഴുതുക എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ആശയം ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്, ചെയ്തിട്ടുള്ള കാര്യമാണിത്. അപ്പൊ ഇതിന്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നതാണ്. നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി കവിതയുടെ ആശയം. അടുത്തത്, ദരക്ത് കാ സമാൻ അർത്ഥവാല ശബ്ദ് ക്യാ ഹേ. എന്താണ് ദരക്ത് എന്ന് നിങ്ങൾ പഠിച്ചതാണ്, പേട് അല്ലെ? ദരക്തിന്റെ സമാൻ അർത്ഥം വരുന്നത് ഏതാണ്? പേടാണ് ദരക്ത്. ഇനി ആക്ടിവിറ്റി, നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്, 6ാമത്തെ ആക്ടിവിറ്റി ആണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് 5 ചെയ്താൽ മതി. പ്രയാസമുള്ള ഒന്ന് നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം. 5 നിങ്ങൾ ചെയ്യേണ്ടത്. എങ്കിലും 6 എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക. അതിനുശേഷം താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ എഴുതാണ് വേണ്ടത്. മാവലിൻലോങ് കഹാ ഹേ, നിങ്ങൾ പഠിച്ചതാണിത്. മാവലിൻലോങ് കഹാ ഹേ. മാവലിൻലോങ് എവിടെയാണ്? മേഘാലയമേലെ. മാവലിൻലോങ് മേഘാലയമേ ഹേ. അപ്പൊ ഈ മേഘാലയമേം അതാണ് അതിന്റെ ആൻസർ. അത് മാത്രം നിങ്ങൾ എടുത്ത് എഴുതുക. മനസ്സിലായോ? മേഘാലയമേം എന്ന് മാത്രം നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതുക. അടുത്തത്, മാവലിൻലോങ് കെ ലോഗ് ഗാവ് കോ സാഫ് രഖ്നെ കെ ലിയെ ക്യാ ക്യാ കർത്തേ ഹേ. മാവലിൻലോങ്ങിലുള്ള ആളുകള് ആ ഗ്രാമം വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഗ്രാമ ശുചിത്വത്തിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? പൂരേ ഗാവ് മേ ജഗഹ് ജഗഹ് ബാംസ് സേ ബനെ ഹുയേ ഡസ്റ്റ് ബിൻ ലഗായേ. അവരെന്താ ചെയ്തത്? ഗ്രാമം ശുചിയായിട്ട് നിർത്താൻ വേണ്ടി, എപ്പോഴും ആ ഗ്രാമത്തിനെ വൃത്തിയുള്ളതാക്കി നിർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യം പൂരേ ഗാവുമേ ജഗഹ് ജഗഹ്, ഗ്രാമം മുഴുവൻ എല്ലാ സ്ഥലങ്ങളിലും മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചിരിക്കുന്നു. पूरे गांव में जगह जगह बांस से बने हुए डस्टबिन लगाए गए हैं.
महिला पुरुष और बच्चों समेत किसी भी गांव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाते हैं. എന്താ ചെയ്യുന്നത്? അവിടെയുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും ആര് തന്നെയാവട്ടെ ആ ഗ്രാമ ശുചീകരണത്തിന് വേണ്ടി അവിടെ എന്ത് വേസ്റ്റ് കണ്ടാലും അവരതെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ അവര് സ്വയം അത് വൃത്തിയാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവര് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അത് ഇവിടെ എന്ത് ചെയ്യാ? ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതാം. പിന്നെ ഇസ് छोटे से गाँव में प्लास्टिक पूरी तरह भी प्रतिबंधित അതും കൂടെ അതിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഈ ചെറിയ ഗ്രാമത്തിൽ അവർ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പ്ലാസ്റ്റിക് ഇല്ല. ബാക്കിയുള്ള വേസ്റ്റുകളാണ് അവരിങ്ങനെ വൃത്തിയാക്കുന്നത്. അപ്പൊ ഈ ഒരു സെന്റൻസും കൂടെ എഴുതി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. ഇനി എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു മോഡലായിട്ടുള്ള ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. എല്ലാവരും ഇത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. നിങ്ങൾ അതൊന്ന് കണ്ടാൽ മാത്രം മതി. ഓക്കെ.